ഗിരികുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻസ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2022 ഡിസംബർ 21 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും വരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോയി ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കൊരു അവസരം ലഭിച്ചതാണ് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട്, അതായത് B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതണമായിരുന്നു. B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൊഡ്യൂൾ കിട്ടാത്തത് അതൊരു ടൈം ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ റിജക്റ്റായി പോകും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം B1 വെച്ച് നമുക്ക് ഒരു നേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. B2 ആണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഞാനൊരു ഫെബ്രുവരി 19 തീയതിയാണ് വന്നത്. ആ മാസം 24 തീയതിയാണ് എനിക്ക് രണ്ടാമത് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്, ഈ അവസരത്തിൽ എന്നെ കൈവെടിയല്ല്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. അന്നത്തെ ദിവസം എനിക്ക് നടന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അന്നേ പോലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്നേരം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ പരീക്ഷയിൽ ഞാൻ കൂട്ടുവരും, നിനക്ക് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നടന്ന പരീക്ഷയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഹ്യൂറനായിരുന്നു എനിക്ക് കിട്ടാഞ്ഞത്. എന്തൊക്കെയോ ഓഡിയോ കുറേ പോകുന്നുണ്ട്, പക്ഷേ അതിലെന്താ വ്യക്തമായിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഓരോ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരയ്ക്കും. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കാശുരൂപം വെച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരും, നീ ഇതാണ് കറക്റ്റ് ആൻസർ, ഈ ആൻസറാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ ആ പരീക്ഷ മുഴുവൻ എഴുതി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ മൊഡ്യൂൾ പാസ്സായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് പെർമിറ്റിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 8 പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പല ദിവസങ്ങളായിട്ട് വർക്ക് പെർമിറ്റ് എത്തി. എനിക്ക് മാത്രം എന്നെ വിളിച്ചിട്ടുമില്ല, എനിക്ക് യാതൊരു മെയിലൊന്നും വരുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും നോർക്കയിൽ വിളിച്ചു ചോദിക്കും, അവർക്ക് എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളത്. പക്ഷേ അവരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് വരാത്തത് ഇനി നിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടുന്ന് ഒരു മെയിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരണം, ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്കൊരു 1.5 മാസത്തോളം, എനിക്കൊന്ന് 2 മാസത്തോളം കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു മെയിലും അവിടുന്ന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവളെന്തായാലും മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്താൽ, എന്നിട്ട് അവൾക്ക് മാത്രം പെർമിറ്റൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷെ അന്നേരവും എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഞാൻ പോവാത്ത, അല്ലെങ്കിൽ എന്നെ മാതാവ് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാത്തതിന് എന്തെങ്കിലും മാതാവിനൊരു പ്ലാൻ കാണും. ഞാൻ ഈ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാൻ മാതാവിന് കാണും, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരുന്ന് ഞാൻ 3ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു, മാതാവേ, എൻ്റെ വർക്ക് പെർമിറ്റ് വരണം. ഇനി വന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് വരാത്തതെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു,
മെയിലും വന്നു. അതോടൊപ്പം നോർക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വർക്ക് പെർമിറ്റ് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനുള്ള എല്ലാം റെഡിയായി. ടിക്കറ്റ് അവർ അയച്ചു തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 11 അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 11 ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ജർമ്മനി ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് B2 എക്സാം ഇൻ്റർനാഷണൽ എഴുതണമായിരുന്നു. ഇൻ്റർനാഷണലിൻ്റെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ പോയവർക്കും പലർക്കും പല മോഡ്യൂൾ കിട്ടാതെ, ഇപ്പോൾ ഒരു മോഡ്യൂൾ പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വിടുമായിരുന്നു. അങ്ങനെ വിടും. അവർ പുതിയ അക്കോമഡേഷൻ കണ്ടെത്തണം, പുതിയൊരു ജോലി കണ്ടെത്തണം. ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയ പരിചയമൊന്നുമില്ല. ഈ പരിചയക്കുറവിനുള്ളിൽ ഇങ്ങനെ പുതിയൊരു ജോലി കണ്ടെത്തുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടെയും വീണ്ടും പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ അമ്മ എന്നെ കൈവടിയല്ലേ എന്നുള്ള, അമ്മ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉപ്പ് വെതറിയിട്ട് എൻ്റെ ആൻസർ പേപ്പറിലും ഉപ്പ് ചെറുതായിട്ട് വെതറിയിട്ട് ഞാൻ പരീക്ഷ എഴുതാറുള്ളായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ എണ്ണ നെറ്റി കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലി, അങ്ങനെ മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് B2 മാത്രമല്ല, പിന്നെ കെൻറ്റനിസയുടെ ഒരു പരീക്ഷയും കൂടെയാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടഫാണ്. കാരണം വൈവയായിട്ട് നമുക്ക് എഴുത്ത് പരീക്ഷയല്ല, അവർ ചോദിക്കുന്നതനുസരിച്ച് ഒരു 45 മിനിറ്റോളം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും ജർമ്മൻ ഭാഷയുള്ളൂ, വേറെ ഭാഷയൊന്നും അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആ സമയത്തെല്ലാം എനിക്ക് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാനുള്ള കൃപാവരം എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്നു. ഈ 2 അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ മിനിങ്ങാന്നും വന്നു. പക്ഷെ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സാക്ഷ്യം പറയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനെയും കണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും അതൊരു എന്താ പറയുക, അവർക്ക് എല്ലാവരും എന്നെപ്പോലെ വിഷമിക്കുന്ന കുറേ പേര് കാണും. അവർക്ക് എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. കാരണം എനിക്ക് ഈ പ്രേരണ കിട്ടിയത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ഓരോ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് കൂടുതൽ മാതാവിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാതാവ് നമുക്ക് പറഞ്ഞു തരും, നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പലരെ സഹായിക്കാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഈവൻ ജർമ്മൻകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാള പത്രം ഞാൻ കൊണ്ടുപോയില്ല, പകരം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ജർമ്മൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് അവർക്ക് നമ്മുടെ കൃപാസനം പത്രം ഞാൻ കൊടുത്ത് നമ്മുടെ മാതാവിനെ പറ്റി എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം മാതാവിനെ എനിക്ക് പറയാൻ, മറ്റുള്ളവരിലേക്ക് മാതാവിനെ എത്തിക്കാനുള്ള കൃപാവരം മാതാവും ഈശോയും എനിക്ക് തന്നു. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നാട്ടിലുള്ള ആൾക്ക് വയ്യാതെ, അതായത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുണ്ട്. അപ്പോൾ അവർ ഫിനാൻഷ്യലി ഒത്തിരി വീക്കായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളവിടെ ചെന്നിട്ടേ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു തുക ആ വ്യക്തിക്ക് നൽകി. പിന്നെ ഇതുപോലെ ഫിനാൻഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരായിട്ട് അറിയുന്ന പലരും കാണും, അവർക്ക് നമ്മളിൽ കഴിയുന്ന ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവിടെ ഉള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം ചിലരെ കാണാറുണ്ട്, അവർ ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പള്ളിയുടെ തന്നെ ഞാൻ ചെന്ന ശേഷമാണ് അവിടെ ഒരു മലയാളം കുർബാനയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു മലയാളം കുർബാനയും അവിടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും അങ്ങനെ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള അവസരവും മാതാവ് എനിക്ക് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി.
അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അൻസ സോജൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമുക്കെടുത്ത് പറയാവുന്നതാണ്. അസാധ്യമായി എന്ന് തോന്നിയ പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു എന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. വളരെ സങ്കടപ്പെട്ടുള്ള ഒരു പരീക്ഷാ സമയമായിരുന്നു B2. ആ എക്സാം പാസ്സാവുന്നതിന് പരിശുദ്ധ അമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് മറ്റുള്ളവരുടെ കളിയാക്കലുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നെല്ലാം ഒരു വലിയ വിടുതൽ ലഭിക്കുവാനും തൻ്റെ തന്നെ വിശ്വാസം വർദ്ധിക്കുവാനും വിശ്വസ്തയോടുകൂടി ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ജർമ്മൻ എക്സാം എഴുതുമ്പോഴായാലും പരിശുദ്ധ അമ്മയുടെ ആ വൈവയിലൂടെ തനിക്ക് കൃത്യമായി ഉത്തരങ്ങൾ നൽകാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെ അതിനുശേഷം നോർക്ക ഇൻവിറ്റേഷനും എല്ലാം ലഭിക്കുവാനുള്ള ഒരു പ്രത്യേക പ്രത്യേക സാഹചര്യം പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മറ്റുള്ളവരെല്ലാം അതുതന്നെ കണ്ടുകൊണ്ട് പറയുകയുണ്ടായിരുന്നു, അവൾ ഉടമ്പടിയിലാണല്ലോ. ഈ മകൾക്കും അതിൽ തന്നെ യാതൊരു സംശയവുമില്ല, ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി മകൾ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു ആസ്തി എന്ന് പറയുന്നത് ജർമ്മൻ കുർബാനയ്ക്ക് പോയിട്ട്, മലയാളികളായി നമ്മൾ ആരും തന്നെ ഒരു മറ്റൊരു ലാംഗ്വേജിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്തവരാണ് അധികം പേരെങ്കിലും. ആൻസയുടെ ഒരു ഉദ്ദേശം അതായിരുന്നു, ജർമ്മൻ ഫോറിനേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും ആ പരിശ്രമത്തിൽ നിന്നുണ്ടായ ഒരു വലിയ ഫലമായിരുന്നു മലയാളികളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർക്ക് ഇന്ന് ഒരു മലയാളത്തിൽ കുർബാന ലഭിക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. അത് തൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ പരിശുദ്ധ അമ്മ മുന്നോട്ട് വെച്ച ഒരുപാട് സ്റ്റെപ്പുകളുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഈശോ നൽകുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം അപേക്ഷിച്ച് രക്ഷിക്കുന്നതും ഒരു ദൂരത്തോളം ഈശോ നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതും ഈ വലിയ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏതെല്ലാം ശാരീരിക അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ ഇവർക്ക് കൂട്ടായി നിന്നു. ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും കൃത്യമായി ഉപയോഗിക്കുവാനും ഈശോയെ എപ്പോഴും പ്രഖ്യാപിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും അവർക്കിന്ന് സാധിച്ചു എന്നതിന് നമുക്ക് നന്ദി പറയാം. അൻസയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.